കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടിവിയുടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളുമായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. 2024 നമ്മൾ സ്വാഗതം ചെയ്തു. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈ 2024 നമ്മൾ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ വളരെ പ്രത്യേകമായ രീതിയിൽ അനുഗ്രഹപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രഹസ്യം മെഡ്ജുഗരിയിൽ പങ്കുവെച്ച് തന്നത് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഈ പുതുവർഷത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു രഹസ്യം മെഡ്ജുഗരിയിൽ പങ്കുവെച്ചു. അത് ഞാൻ നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. അമ്മ പറഞ്ഞു തന്ന ഈ രഹസ്യം ഈ പുതുവർഷത്തിൽ നമ്മൾക്ക് ഏറ്റെടുക്കുവാൻ സാധിച്ചാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, പിന്നെ ഈ ലോകത്ത് നമുക്കൊന്നിൻ്റെ ആവശ്യമില്ല. ഇനി പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധ അമ്മ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളെ വലിയ അനുഗ്രഹത്തിൻ്റെ വഴിയിലേക്ക് നയിക്കുവാൻ മെഡ്ജുഗരിയിലൂടെ പറഞ്ഞു തന്ന വലിയൊരു രഹസ്യം ഇതാണ്. മക്കളെ, നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കുവിൻ. ഈ പുതുവർഷത്തിൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കുവിൻ. ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ വ്യക്തി അവൻ നിസാരക്കാരനല്ല. അവൻ ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ ആളാണ്. പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും കൂടെ ചേർന്നിരിക്കുന്ന നമ്മുടെ ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നതും പരിശുദ്ധാത്മാവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും നമുക്ക് സൗഖ്യം നൽകി നമ്മളെ നയിക്കുന്നതും എല്ലാം പരിശുദ്ധാത്മാവ് ആണ്. അവൻ ദൈവത്തിൻ്റെ ശക്തിയാണ്. അവൻ ദൈവപുത്രൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങൾ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, അത്യുന്നതന്റെ ശക്തിയാണ് നമ്മളിൽ പിന്നെ പ്രവർത്തിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മ മെഡ്ജുഗരിലൂടെ ആവശ്യപ്പെട്ടു, മക്കളെ, നിങ്ങളുടെ എല്ലാ ദിവസവും ആരംഭിക്കുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോടൊപ്പമായിരിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുലിഖിതത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. മാലാഖ പരിശുദ്ധ അമ്മയോട് ആവശ്യപ്പെട്ടത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ അവിടെ പ്രവർത്തിക്കുന്നത് ആരാണ്? അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി
ശക്തിയാണ് എന്ന് തിരുവചനം നമുക്ക് പങ്കുവെച്ച് തരിക. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മ മെജ്ജുകുരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈ ഒരു പ്രാർത്ഥനയാണ് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ സ്വന്തമാക്കേണ്ടത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഏൽക്കുന്ന പാടെ നമ്മളുടെ ജീവിതം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം. പരിശുദ്ധാത്മാവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും വറി ചെയ്യേണ്ട കാര്യമില്ല, അവനെല്ലാം ക്രമീകരിച്ചു കൊള്ളും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ്, കുറേ നാളുകൾക്ക് മുൻപ് ഞാൻ മിഷനിലായിരുന്ന സമയത്ത് ഞാനൊരു ദേവാലയം ചെന്നപ്പോൾ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയെ കണ്ടു. ഈ അമ്മച്ചി ഒരു ഇംഗ്ലീഷുകാരി അമ്മച്ചിയാണ്. അപ്പോൾ എനിക്ക് നല്ല പരിചയമൊന്നുമില്ല, പക്ഷേ സംഭാഷണത്തിലൂടെ അമ്മച്ചിയെ അടുത്തറിയാനൊക്കെ സാധിച്ചു. അമ്മച്ചി എന്നോട് ചോദിച്ചു, അച്ഛൻ രാവിലെ എഴുന്നേറ്റ പാടെ എന്താണ് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് പാടെ മുട്ടുകുത്തി കുരിശ് വരയ്ക്കും, ദൈവത്തിന് നല്ല ഉറക്കം നൽകിയ നന്ദി പറയും, ഒരു 3 നന്മ പറഞ്ഞോറും ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ദിവസം ആരംഭിക്കാൻ പരിശ്രമിക്കും. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഈ അമ്മച്ചി എന്നോടൊരു കാര്യം പറഞ്ഞു തന്നു. അച്ഛൻ്റെ ജീവിതം ഓരോ ദിവസവും ഈ രീതിയിൽ ആരംഭിക്കുക, അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു തന്ന ഇപ്രകാരമാണ്: അച്ഛൻ എഴുന്നേറ്റ പാടെ മുട്ടുമേൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. എഴുന്നേറ്റ പാടെ മുട്ടുമേൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വിളിക്കണം. എന്നിട്ട് ആത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയിൽ അച്ഛൻ പരിശുദ്ധാത്മാവിനെ വിളിക്കണം. ഇതാണ് അമ്മച്ചി പറഞ്ഞു തന്നത്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇംഗ്ലീഷിൽ കം ഹോളി സ്പിരിറ്റ്, കം വിത്ത് യുവർ ബിലവഡ് സ്പൗസ് മേരി ദ മദർ ഓഫ് ഗാഡ്. പരിശുദ്ധ അമ്മയുടെ, നിന്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥയാൽ എഴുന്നള്ളി വരണമേ എന്ന് ചെറിയ ഒരു 2 സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ മുറിയിൽ നിന്ന് പോയി കുളിക്കാനോ വാഷ് ചെയ്യാനോ പല്ല് തേക്കാനോ ഒക്കെ പോകാൻ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പോയി കുളിച്ച് ഫ്രഷായി വാഷൊക്കെ ചെയ്ത് വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ജീവിതത്തിലേക്ക് അന്നത്തെ ദിവസം തുടങ്ങാനായിട്ട് ആരംഭിക്കുമ്പോൾ അച്ഛൻ മുറിയിലേക്ക് വാഷെല്ലാം ചെയ്ത് കഴിഞ്ഞ് മുറിയിൽ കടന്നു വന്നു കഴിയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ആരെ വിളിച്ചിട്ടാണ് പുറത്തേക്ക് പോയത്? പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട്. പരിശുദ്ധാത്മാവിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ വരും. അപ്പം അതുകൊണ്ട് അച്ഛൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഒക്കെ മുടിയൊക്കെ ചീകി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പള്ളിയിലേക്കൊക്കെ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ അംഗീകരിക്കണം. കാരണം വിളിച്ചാൽ വെളിപ്പുറത്ത് വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ പരിശുദ്ധാത്മാവ് വിളിച്ചിട്ട് പോയി. അതേ പരിശുദ്ധാത്മാവ് അവിടെ വന്ന് നിൽപ്പുണ്ട്, അവനെ മാനിക്കാതെ മൈൻഡ് ആക്കാതെ ഇറങ്ങിപ്പോകരുത്. അപ്പോൾ തിരിച്ചു വന്നിട്ട് പറയണം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്, അത് അനുഭവിക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ താങ്ക് യു, ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച് അങ്ങൻ്റെ മുറിയിൽ വന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് പറയണം, പരിശുദ്ധാത്മാവേ താങ്ക് യു ഫോർ ബീ ഹിയർ, താങ്ക് യു, ഐ ലവ് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, പരിശുദ്ധാത്മാവ് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, പരിശുദ്ധാത്മാവ് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. അപ്പം ചെറിയ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അംഗീകരിക്കുക. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് പറയുക, പരിശുദ്ധാത്മാവേ ടെൽ മീ ലോർഡ് വാട്ട് ഐ ഷുഡ് ഡു ടുഡേ. ഞാൻ ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പറഞ്ഞു തരണമേ. ആൻഡ് കമാൻഡ് മീ ടു ഡു ഇറ്റ്. അത് ചെയ്യുവാൻ എന്നോട് കൽപ്പിക്കണമേ. ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. പരിശുദ്ധാത്മാവേ അങ്ങ് ഈ മുറിയിൽ വന്നതിന് എന്നോടൊത്ത് ആയിരിക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ അങ്ങയെ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇനി ഇന്നേ ദിവസം ഞാനിത് ആരംഭിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരണമേ. ഞാൻ ചെയ്യേണ്ടവ ചെയ്യുവാൻ എന്നോട് കൽപ്പിക്കണമേ
എന്നിട്ട് പരിശുദ്ധാത്മാവോട് ഇപ്രകാരം പറയാൻ പറഞ്ഞു, എൻലൈറ്റൻ മീ, സ്ട്രെങ്തൻ മീ, കൺസോൾ മീ. പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ എന്നെ ആശ്വസിപ്പിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുക. പിന്നെ പരിശുദ്ധാത്മാവ് ആ ദിവസത്തെ ഓരോ നിമിഷങ്ങളും ഏറ്റെടുത്തു കൊള്ളും എന്ന് ഒരു പ്രായം ചെന്ന വല്യമ്മച്ചി പള്ളിയിൽ വച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇതുതന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം മെജ്ജൂരിലൂടെ ആവശ്യപ്പെടുന്നത്. ഞാൻ ഈ അമ്മച്ചിയെ കണ്ടിട്ടില്ല, അറിയില്ല. ഞാനിപ്പോഴൊക്കെ ഒരുപക്ഷെ പരിശുദ്ധ അമ്മ തന്നെ ആയിരിക്കാം ആ പള്ളിയിൽ വെച്ച് ഈ പ്രായം ചെന്ന അമ്മച്ചിയുടെ രൂപത്തിൽ എനിക്ക് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മ മെജ്ജൂരിൽ ആവശ്യപ്പെടുന്നത് ഇത് മാത്രമാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ ആയിരിക്കണം എന്ന് പരിശുദ്ധ അമ്മ മെജ്ജൂരിലൂടെ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അമ്മ പറയുന്നു, പരിശുദ്ധാത്മാവ് എല്ലാം നവീകരിക്കും. നീ ഒന്നിനെ ഓർത്ത് ആകുലപ്പെടണ്ട. പരിശുദ്ധാത്മാവായ ദൈവം അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അവനെല്ലാ കാര്യങ്ങളും നവീകരിക്കുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവായ ദൈവം വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന ദൈവമാണ്. നമ്മൾ ബൈബിളിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഓരോരുത്തരുടെ ജീവിതത്തിൽ, എത്ര പേരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന എത്ര വ്യക്തികളെ നമ്മൾ വചനത്തിലൂടെ കാണുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവ് നയിക്കുന്ന എത്ര വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹായോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കാണുന്നു, അപ്പസ്തോലന്മാരുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കാണുന്നു, പ്രവാചകന്മാരുടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് കാണുന്നു. ഓരോ വ്യക്തിപരമായ പരിശുദ്ധാത്മാവ് ഉയർത്തിയ എത്ര പ്രവാചകന്മാരെ നമ്മൾ കാണുന്നുണ്ട്. ചിലരുടെ അപകടകരമായ ചില സാഹചര്യത്തിൽ, ഉദാഹരണമായി സൂസന്നായെ മരണത്തെ വിധിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഒരു തെറ്റും ചെയ്യാതിരുന്ന സൂസന്ന, അവരുടെ ദുഷ്ടരായ നേതാക്കന്മാരുടെ സ്വാർത്ഥതയ്ക്ക് വഴങ്ങാതിരുന്ന സൂസന്നയെ അവർ തെറ്റായ കുറ്റം ആരോപിച്ച് അവളെ വധിക്കുന്നതിന് വേണ്ടി വിധിച്ചു കഴിഞ്ഞപ്പോൾ ദാനിയേൽ എന്ന ആ ഒരു ബാലനിലുള്ള പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിച്ചു. അങ്ങനെ ദാനിയേൽ അവിടെ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് ഈ ശ്രേഷ്ഠന്മാരെ അവരുടെ രണ്ടായിട്ട് വിളിച്ച് അവരെ ചോദ്യം ചെയ്ത് അവരെ ഏൽപ്പിച്ച ആ ഒരു ഇതിലേക്ക്, ശിക്ഷയിലേക്ക് അവരെ ദാനിയേലിലൂടെ പരിശുദ്ധാത്മാവ് നയിക്കുന്നു. വ്യക്തിപരമായി ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവായ ദൈവം വ്യക്തിപരമായി നമ്മളെ നയിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ മിഷനായിരുന്ന സമയത്ത് ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ച അദ്ദേഹത്തിൻ്റെ ഒരു പരിശുദ്ധാത്മ അനുഭവം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം മദ്യപാനത്തിന് ഒരുപാട് അടിമപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. സ്വയം നിയന്ത്രിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഒരു ദിവസം അദ്ദേഹം മദ്യപിച്ച് ലക്കുകെട്ട് ഇങ്ങനെ കിടന്ന സമയത്ത് സ്വന്തം തോന്നി, ഇത് ശരിയല്ലല്ലോ ഈ ജീവിതം, എല്ലാവരും വെറുക്കുന്നു, കുടുംബത്തിൽ കയറി ചെല്ലുമ്പോൾ ആകെ അസ്വസ്ഥതയാണ്, ഭാര്യയ്ക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, എന്നാൽ ഈ മദ്യപാനം നിർത്തുവാൻ സാധിക്കുന്നില്ല, അഡിക്റ്റഡ് ആയിപ്പോയി, നിർത്താൻ സാധിക്കുന്നില്ല, ആഗ്രഹമുണ്ട്. അങ്ങനെ ഇദ്ദേഹം ഒരു ധ്യാനം കൂടാൻ പോയി. കൂടുതൽ കൃപകൾ നിറഞ്ഞു, ഒരു ബോധ്യം കിട്ടി, മദ്യപാനത്തിൻ്റെ അടിമത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു എന്നൊക്കെ അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ മദ്യപാനത്തെ ജീവിതത്തിൽ വെറുത്തുപേക്ഷിച്ചു, ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കാനും ത്യാഗം ചെയ്ത് ജീവിക്കാനൊക്കെ അങ്ങനെ പരിശ്രമിച്ചു. അങ്ങനെ കുറച്ചാൾ പോയി കഴിഞ്ഞു, വീണ്ടും മദ്യ ആസക്തി ഇദ്ദേഹത്തെ വേട്ടയാടുകയാണ്. ഇദ്ദേഹം പറയാണ്, ഇപ്പോൾ യു കെയിലൊക്കെ ആയ സമയത്ത് നമുക്കറിയാം ഓഫ് ലൈസൻസ് എന്ന് പറയും. യു കെയിലൊക്കെ മദ്യം കൊടുക്കുന്ന കടകളുണ്ട്. ഇപ്പോൾ ഈ ഓഫ് ലൈസൻസ് കടകളിലാണ് ഇതുപോലുള്ള ഈ ലഹരി ഒക്കെ ലഭിക്കുന്നത്, മദ്യം ലഭിക്കുന്നത്. അപ്പം യു കെയിൽ എവിടെ പോയാലും മുക്കിനും മൂലയിലെല്ലാം ഈ ഓഫ് ലൈസൻസ് കടകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം എവിടെയെങ്കിലും ഒരു ഓഫ് ലൈസൻസ് കട കണ്ട അവിടെ കയറാതിരിക്കാൻ പറ്റില്ല, അതൊരു പീഡയാണ്. ആ വഴി കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഓഫ് ലൈസൻസ് എന്നുള്ള ബോർഡ് കണ്ടാൽ അദ്ദേഹം വണ്ടി നിർത്തും, അവിടെ കയറും, ഒരു കുപ്പി വാങ്ങിച്ച് അദ്ദേഹം പോവുകയുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക അഡിക്ഷനിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം മടുത്തു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ മദ്യപിക്കാൻ ആഗ്രഹം, കാരണം ധ്യാനം കൂടി, പുതിയ ബോധ്യങ്ങൾ കിട്ടി, ഇതൊക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു, എങ്കിലും ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല.
അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ മദ്യാസക്തി അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, എന്നിട്ട് ദൂരെയുള്ള ഒരു ഓഫ് ലൈസൻസിലേക്ക് നടക്കുകയാണ് മദ്യമേ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പരിശുദ്ധാത്മാവേ, എനിക്ക് എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, കാണുന്നില്ലേ ഞാൻ പോകുന്നത്, ഇനി എന്നെക്കൊണ്ട് എന്നെ രക്ഷിക്കാൻ സാധിക്കില്ല, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല, നീ ചെയ്യ് എന്നും പറഞ്ഞ് ഇദ്ദേഹം ഹൃദയത്തിൽ നിന്ന് ഒരു നിലവിളി. പക്ഷെ അദ്ദേഹം പോകുന്നത് നേരെ ഓഫ് ലൈസൻസ് കടയിലേക്കാണ്. ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഓഫ് ലൈസൻസ് കടയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കടയുടെ അടുത്തെത്തിയപ്പോൾ ഒരു യൂ ടേൺ എടുത്തൊരു പോക്ക്, കടയിലേക്ക് കയറിയില്ല. അദ്ദേഹം പറയും, ഞാൻ ഈ മദ്യാസക്തിയിൽ ഇങ്ങനെ ജ്വലിച്ച് എങ്ങനെ ഒരു കുപ്പി വാങ്ങി മദ്യപിക്കണമെന്ന് വലിയ ഒരു ആഗ്രഹത്തോടെ പോവുക. പക്ഷേ ഉള്ളിൽ നിന്ന് അത് വേണ്ടെന്നുമുണ്ട്. പക്ഷേ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ശരീരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ മുന്നോട്ട് പോവുക. പക്ഷേ ഉള്ളിൽ നിന്ന് ഒരൊറ്റ ഒരു പ്രാർത്ഥന, എൻ്റെ പരിശുദ്ധാത്മാവേ, എനിക്ക് പറ്റുന്നില്ല, എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യ് എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഓഫീസിൽ നടന്നു കഴിഞ്ഞപ്പോൾ ഈ കടയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ കടലിലേക്ക് കയറാൻ പറ്റാതെ പെട്ടെന്നൊരു യൂ ടേൺ എടുത്ത് ഒരൊറ്റ പോക്ക് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അദ്ദേഹം പറയുക, അതിനുശേഷം മദ്യാസക്തി അദ്ദേഹത്തെ വേട്ടയാടിയിട്ടില്ല. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പച്ചയായ മനുഷ്യൻ്റെ പച്ചയായ യാഥാർത്ഥ്യമാണ്, ഒരു ജീവിത യാഥാർത്ഥ്യമാണിത്. പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി ആ ആസക്തിയെ തകർത്ത് കളഞ്ഞ് പിന്നെ അദ്ദേഹം തിരിച്ചു വരികയാണ്. പിന്നീട് അദ്ദേഹം ഒരു മദ്യപാനത്തിലേക്ക് തന്നെ വിട്ടുകൊടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല എന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അത് പങ്കുവെച്ച് ഓർക്കുകയാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന സഹോദരങ്ങളെ. ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിലവിളിച്ചാൽ അവൻ ഏറ്റെടുക്കും. അത് വ്യക്തിപരമായ അനേകരുടെ ജീവിത അനുഭവമാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് ബെച്ചൂരിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വന്തമാക്കണം. പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വചനത്തിലൂടെ, അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ഒരു ശക്തി, അത്യുന്നതമായ ദൈവത്തിൻ്റെ ശക്തി ഈ പുതുവർഷത്തിൽ സ്വന്തമാക്കുവാൻ മെജ്ജുഗരിയിലൂടെ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ മെജ്ജുഗരിയിലൂടെ വീണ്ടും നമ്മോട് ആവശ്യപ്പെട്ടു, പരിശുദ്ധാത്മാവിലൂടെ ആഴത്തിൽ നയിക്കപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ ആഴത്തിൽ നയിക്കാൻ നാം അനുവദിച്ചാൽ അവൻ നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കും. തിടുക്കം കൂട്ടരുത്. പരിശുദ്ധാത്മാവിന് സർവ്വതും ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ അവരോഹിതനാകുവാൻ നിരന്തരം പ്രാർത്ഥിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അമ്മ പറയുന്ന ഇപ്രകാരമാ, പിതാവായ ദൈവത്തെയും പുത്രനായ ദൈവത്തെയും പോലെ തന്നെ പരമപ്രധാനം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല, അവനൊരു വ്യക്തിയാണ്. വ്യക്തി എന്ന് പറഞ്ഞാൽ അവന് വ്യക്തിപരമായി നമ്മളുമായി ഒരു സൗഹൃദത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. പരിശുദ്ധാത്മാവിന് വ്യക്തിപരമായി നമ്മോട് സംസാരിക്കാൻ സാധിക്കും. അതാണ് നേരത്തെ നമ്മൾ കണ്ട പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെയുള്ള വ്യക്തിപരമായ അനേകം പ്രവാചകന്മാരുടെ, അപ്പസ്തോലന്മാരുടെ, വിശുദ്ധരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും നമ്മൾ കാണുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. എന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ ലോകത്ത് ഈ 2024 പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ നിനക്ക് ഏറ്റെടുക്കാൻ സാധിച്ചാൽ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ചപ്പും ചവറും നമ്മളെ പിന്നെ ആകർഷിക്കുകയില്ല. നിത്യരക്ഷ മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതമായിരിക്കും നമ്മുടെ ജീവിതം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അമ്മ പറയുന്നു, എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ? അറിവിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിവേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവഭയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവശക്തി, ആത്മശക്തി നമ്മൾ നിറയുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആലോചനയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം.
ജ്ഞാനം നിറയുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മസംയമനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ 7 ദാനങ്ങൾ നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ശക്തിയുള്ളവരായി മാറുകയാണ്. പിന്നെ മറ്റൊന്നിനും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ചും ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ, പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ നമ്മൾ നിറയുവാൻ പ്രാർത്ഥിക്കണം. അവൻ ഫ്രീ ആയിട്ട് ഇന്ന് ലോകത്ത് അനേകർക്ക് ഇതെല്ലാം നൽകുന്നുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മളെ നയിക്കുന്ന ദൈവമാണ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായി. എങ്ങനെയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാകണം. ഒരു വ്യക്തിപരമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തിപരമായി അങ്ങേ ഒന്ന് അനുഭവിക്കണം. അനേകർ വ്യക്തിപരമായി അങ്ങേ അനുഭവിച്ചിട്ടുണ്ടല്ലോ, അനേകരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെട്ടിട്ടുണ്ടല്ലോ, എനിക്ക് അങ്ങേ ഒന്ന് അനുഭവിക്കണം. അപ്പം ഞാൻ ഓർത്ത് എന്താണ് പരിശുദ്ധാത്മാവ് ചോദിക്കേണ്ടത്. അപ്പം ഞാനിങ്ങനെ മിഷനിലൊക്കെ ആയിരുന്ന സമയത്ത് പലപ്പോഴും രാവിലെ എഴുന്നേറ്റ്, അച്ഛന്മാർക്ക് രാവിലെ എഴുന്നേറ്റുള്ള പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, അപ്പം ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ പലപ്പോഴും ഉറങ്ങിപ്പോവും. കാരണം UK-ലൊക്കെയുള്ള തണുപ്പ് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ രാവിലെ എഴുന്നേക്കാനൊക്കെ വലിയ പ്രയാസമാണ്. ചിലപ്പോൾ അലാം ഒന്നും അടിച്ച് അറിയില്ല, അങ്ങനെ ഉറങ്ങിപ്പോവും. അപ്പം ഞാൻ പറയും, പള്ളി വരുമ്പോൾ ഇംഗ്ലീഷുകാരായ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റച്ഛന്മാരൊക്കെ നേരത്തെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഞാൻ എപ്പോഴും ലേറ്റായിട്ട് വരും. അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം, പരിശുദ്ധാത്മാവ് എങ്ങനെയെങ്കിലും ഈ അച്ഛന്മാർ വരുന്നതിന് മുമ്പ് നേരത്തെ എഴുന്നേറ്റൊന്ന് പള്ളി വന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനെന്നെ നേരത്തെ എഴുന്നേൽപ്പിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി അലാം വെക്കില്ല, എന്നെ പരിശുദ്ധാത്മാവ് വിളിച്ചാൽ മതി. അലാം വെച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഒന്നെങ്കിൽ അലാം അടിക്കാൻ ഞാൻ ഓഫ് ചെയ്തിട്ട് അറിയാതെ ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ അലാം അടിക്കുന്ന അറിയുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് പറ്റുമല്ലോ എന്നെ വിളിക്കാനായിട്ട്. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിന് പറഞ്ഞു, പരിശുദ്ധാത്മാവേ എന്നെ വിളിക്കണം, നീ പേഴ്സണലായിട്ട് എല്ലാ അച്ഛന്മാരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് എന്നെ വിളിച്ചേൽപ്പിച്ച് എനിക്ക് നേരത്തെ പള്ളി വരാനായിട്ട് എന്നെ സഹായിക്കണം. അപ്പം അനേകർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിപരമായ അനുഭവമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കും വേണം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം എന്ന് ഞാനും വാശി പിടിച്ച് ആത്മാവിനോട് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഞാനൊരു ദിവസം രാവിലെ, ഒരു ദിവസം കിടക്കുന്നതിന് മുമ്പ് അലാമൊക്കെ ഓഫ് ചെയ്ത് നാളെ രാവിലെ പരിശുദ്ധാത്മാവ് എന്നെ വിളിക്കണം എന്നൊക്കെ ഷാട്ടും പിടിച്ച് ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ പതിവിലും ലേറ്റായിട്ട് ഞാൻ എഴുന്നേറ്റു. പരിശുദ്ധാത്മാവ് വിളിക്കാനും പോയില്ല, ഒത്തിരി താമസിച്ച് ഞാൻ എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ മനസ്സിൽ ആകെ അസ്വസ്ഥ, എന്താ പരിശുദ്ധാത്മാവ് ഈ കാണിക്കുന്നത്? ഞാൻ പരിശുദ്ധാത്മാവ് ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ട് വീണ്ടും എന്നെ മറ്റുള്ളവർ മുമ്പ് നാണം കെടുത്തിയാണല്ലോ എന്നൊക്കെ പരിശുദ്ധാത്മാവിനെ ശല്യപ്പെടുത്തി. മറ്റുള്ളവർക്ക് അനേകർക്ക് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെട്ടിട്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നില്ല എന്നൊക്കെ ഞാൻ മല്ലു പിടിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ചോദിച്ചു, എന്നോട് ഇപ്രകാരം പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ഇത് ഞാനിങ്ങനെ കാത്തിരിക്കുക, പക്ഷേ നീ എന്നെ അനുവദിക്കുന്നില്ല. നീ എന്നെ നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് അനുവദിക്കുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ എന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഞാൻ അലാം ഓഫ് ചെയ്തു, ഞാൻ ഇനി പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ആത്മാവ് എങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് കിടന്നു, പിന്നെ എന്താ ഞാൻ അനുവദിക്കാത്തത്? അവൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതല്ല നിന്റെ അനുവാദം, നിന്റെ ജീവിതം ഇപ്പോഴും പാപമംഗലമാണ്. നിന്റെ സ്വാർത്ഥത നീ കളഞ്ഞിട്ടില്ല, നിന്നിൽ ആ വ്യക്തിയുള്ള വെറുപ്പ് നീ കളഞ്ഞിട്ടില്ല, നിന്നിൽ അശുദ്ധിയുണ്ട്, നിനക്ക് അഹങ്കാരമുണ്ട്, നിനക്ക് അസൂയയുണ്ട്, നിനക്ക് പല രീതിയിലുള്ള ദൈവം ആഗ്രഹിക്കാത്ത പല തിന്മകളും നിന്നെ വേട്ടയാടുന്നുണ്ട്. ഈ മേഖലകളിൽ നിന്നൊക്കെ നീ വിട്ടു നിൽക്കാതെ, ഇവയെ വെറുത്തുപേക്ഷിക്കാതെ പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണമേ, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണമേ എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പരിശുദ്ധാത്മാവും തിന്മയും ഒത്തുപോകില്ല. വലിയൊരു ജ്ഞാനമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മ നമ്മളോട് മെജ്ജൂരിൽ ആവശ്യപ്പെടുന്നത്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കണം. എന്നിട്ട് എൻ്റെ ഈ ആഗ്രഹം ഞാൻ പരിശുദ്ധാത്മാവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ കൊടും പാപിയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മനസ്സിലുള്ള എൻ്റെ ശരീരത്തിൻ്റെ ബലഹീനതകളൊക്കെ പലപ്പോഴും പാപ സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. നമ്മളെല്ലാം പാപികളാണ്. അതുകൊണ്ട് ഞാനടുത്ത് പരിശുദ്ധാത്മാവ് ഇനി എന്നെ ഏറ്റെടുക്കില്ല. ഞാനും പാപിയാണ്, പാപികൾ ഒന്നാമനാണ് ഞാനെന്ന് പൗലോസ്ലീഹ പറയുന്ന പോലെ പലപ്പോഴും ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു,
പരിശുദ്ധാത്മാവെ ഞാൻ പാപിയാണ്, എൻ്റെ മേൽ കരുണയായിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് ഈ പാപിയായ എൻ്റെ മേൽ കരുണ കാണിച്ചു. പരിശുദ്ധാത്മാവ് പിന്നെ രാവിലെ എന്നെ വിളിക്കാൻ തുടങ്ങി. അത് വ്യക്തിപരമായ വലിയൊരു അനുഭവമാണ്. കഴിഞ്ഞ 7-8 വർഷമായിട്ട് ഞാൻ രാവിലെ അലാമൊന്നും ഉപയോഗിക്കാറില്ല, മൊബൈൽ അലാം സെറ്റ് ചെയ്യാറില്ല. എല്ലാ ദിവസവും കഴിഞ്ഞ 7-8 വർഷമായി എപ്പോഴെനിക്ക് എഴുന്നേക്കണോ ഞാൻ കിടക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവോട് പറയും, പരിശുദ്ധാത്മാവേ എന്നെ ഇന്ന സമയത്ത് വിളിക്കണം. അതിൽ പിതാവായ ദൈവം എപ്പോൾ ഞാൻ എഴുന്നേക്കാൻ ആഗ്രഹിക്കുന്നോ അന്നേരം എന്നെ വിളിക്കണം. കാരണം രാവിലെ പ്രാർത്ഥനയ്ക്കൊക്കെ എന്നെ ഏക്കാൻ ആഗ്രഹമുണ്ട്, പരിശുദ്ധാത്മാവെ വിളിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്ഭുതകരമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 7-8 വർഷമായി അനുഭവിക്കുന്ന എല്ലാ ദിവസവും രാവിലെ എന്നെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ചിലവും പരിശുദ്ധാത്മാവ് 2:30-ക്ക് വിളിക്കും, ചിലവും പരിശുദ്ധാത്മാവ് 3:30-ക്ക് വിളിക്കും, ചിലവും പരിശുദ്ധാത്മാവ് 4 മണിക്ക് വിളിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനോട് ദൈവപിതാവിന് എപ്പോഴും എന്നെ എഴുന്നേൽപ്പിക്കണം ആഗ്രഹം, അന്നേരം വിളിക്കണം എന്ന് പറഞ്ഞിട്ട് കിടന്നാൽ പരിശുദ്ധാത്മാവ് വിളിക്കുമ്പോൾ എഴുന്നേറ്റോണം. പരിശുദ്ധാത്മാവ് ചിലപ്പോൾ 2:30-ക്ക് വിളിച്ചാൽ എഴുന്നേക്കണം. അപ്പം എന്നെ ചിലപ്പോൾ 2:30-ക്ക് വിളിക്കുമ്പോൾ ഞാൻ പറയും, പരിശുദ്ധാത്മാവ് എന്തിനാ ഈ 2:30-ക്ക് വിളിക്കുന്നത്, എനിക്ക് 6 മണിക്കല്ലേ കുർബാന, കുറച്ചുകൂടെ കഴിഞ്ഞ് വിളിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് മല്ല് പിടിച്ച് ഒക്കെ ഞാൻ കിടന്നിട്ടുണ്ട്. വീണ്ടും കിടന്നു കഴിഞ്ഞാൽ കുർബാനയ്ക്ക് പോലും എഴുന്നേക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ സമർപ്പിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വിളിക്കുമ്പോൾ ഏൽക്കണം, എഴുന്നേൽക്കുക, പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം ചെയ്യുക, പ്രാർത്ഥിക്കുക. രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ അനേകർക്ക് അനുഗ്രഹമായി ഉപയോഗിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. നമ്മൾ പാപികളാണ്, ബലഹീനരാണ്, എങ്കിലും പരിശുദ്ധാത്മാവ് കരുണയുള്ളവനാണ്. ചില ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിച്ച് കിടന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ സംഭവിച്ച പ്രകാരമാണ്. ഒരു ദിവസം പ്രത്യേകിച്ച് 6 മണിക്ക് എനിക്ക് കുർബാനയുണ്ട്. ഞാൻ ആ കുർബാന അർപ്പിക്കേണ്ടത് ആശ്രമത്തിൽ. എന്നാൽ ഞാനന്ന് എഴുന്നേറ്റപ്പോൾ 6:15. അപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് വൈസ് ഡയറക്ടർ അച്ഛൻ കുർബാനയ്ക്ക് ചെന്നപ്പോൾ എന്നെ കാണാഞ്ഞുകൊണ്ട് അച്ഛൻ വേടി കുർബാന ചൊല്ലി. അങ്ങനെ അപ്പോൾ അന്നത്തെ ആളുകളൊക്കെ പള്ളി വന്ന് കുർബാന മുടങ്ങിയില്ല. പക്ഷെ ഞാൻ എഴുന്നേറ്റപ്പോൾ 6:15. അപ്പം ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാവേ ഇത്ര കുർബാന അർപ്പിക്കേണ്ട എന്നെ എന്തുകൊണ്ടാണ് ഇന്ന് നേരത്തെ എഴുന്നേപ്പോൾ ഞാൻ ഏറ്റപ്പോൾ 6:15 അപ്പം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്ന കാര്യമുണ്ട്. അന്ന് പരിശുദ്ധാത്മാവ് എന്നെ വിളിക്കാതെ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോകുന്ന ദിവസങ്ങളൊക്കെ ഞാൻ പരിശോധിക്കുമ്പോൾ അന്ന് എന്തെങ്കിലും അനുസരണക്കേട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഞാൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാതെ ഏതെങ്കിലും അനുസരണക്കേട് കാണിച്ച ദിവസങ്ങളിലായിരിക്കും ഞാൻ ഉറങ്ങിപ്പോയിട്ടുള്ളത്. ഇന്നും ചില സമയങ്ങളൊക്കെ ഉറങ്ങിപ്പോകാറുണ്ട്. പക്ഷെ ഞാൻ പരിശോധിച്ചാൽ തലേന്ന് എന്തെങ്കിലും അനുസരണക്കേട് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറയും. ഞാൻ ഓർക്കുക, കഴിഞ്ഞ 7-8 വർഷം പരിശുദ്ധാത്മാവ് പാപിയായനോട് കരുണ കാണിച്ച് രാവിലെ എന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുള്ളൂ. ഒരു 5-6 ദിവസങ്ങളിൽ ഏക്കേണ്ട സമയത്ത് ഏക്കാതെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ദിവസങ്ങളെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയോട് സഹകരിക്കാതിരുന്ന ദിവസങ്ങളിലാണ് ഞാൻ ഉറങ്ങിപ്പോയിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി കരുണയോടുകൂടി നമ്മെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവ് അവനൊരു വ്യക്തിയാണ്, അവനൊരു ശക്തിയാണ്, അവൻ കൂടെ നടക്കുന്നവനാണ്, അവൻ നയിക്കുന്നവനാണ്. അവനാൽ നയിക്കപ്പെടുവാൻ നാം അനുവദിച്ചാൽ കരുണയോടുകൂടി നമ്മെ പൊതിയുന്ന സർവശക്തൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കുവാൻ പരിശുദ്ധ കന്യകാമറിയം ഈ 2024 ഈ ആരംഭ ദിവസങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ 2024 ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കരുണയിൽ നാം വഴി നടത്തപ്പെടുന്നതിന് വേണ്ടി, നമ്മൾ പാപികളാണ്, ബലഹീനരാണ്, അശുദ്ധരാണ്, എങ്കിലും ദൈവ കരുണയിൽ ഈ മേഖലയിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഒരു അഭിഷേകം ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ മുഴുവനും അമ്മയുടേതാണ്. ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നമ്മെല്ലാവരോടും ഒപ്പം, നിങ്ങൾ ഓരോരുത്തരും ഒപ്പം, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ പുതുവർഷം മുഴുവനും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.